ഹലോ ഫ്രണ്ട്സ്, നമ്മൊന്ന് കാണാൻ പോകുന്നത് ചെറിയ മിനി ഡാമാണ്. എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ഒരു മിനി ഡാമാണ്. വീട് മലയുടെ താഴ്വരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയൊരു കുടിവെള്ള പദ്ധതിയും ഒരു കൃഷി സംബന്ധമായിട്ട് ജലസംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഡാമാണ് കാണാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ആ ഡാമിലേക്ക് പോകാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് വരാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അവിടേക്ക് പോവാം. നമ്മളിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇത് പാറേൻ്റെ മേലെ കൂടെ നടന്നു തന്നെയാണ്. ഇത് ആലത്തൂർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയൊരു ഡാമാണ്. കുടിവെള്ള പദ്ധതിക്കും കൃഷി സംബന്ധമായിട്ടും ഉപയോഗിക്കുന്നതാണ്. ഇത് കാട്ടിശ്ശേരി വഴി വരികയാണെങ്കിൽ മെയിൻ വഴി റോഡ് മാർഗം വരാം. ഇത് പിന്നെ മലക്കുളത്ത് നിന്ന് വരികയാണെങ്കിൽ റോഡ് മാർഗം കയറിയിട്ട് പിന്നെ കുറച്ച് ഇതേപോലെ നടന്ന് വരണം. അല്ലെങ്കിൽ റോഡ് മാർഗം വരുന്നത് ഫ്രണ്ടിലേക്ക് വരാനുള്ള പറ്റും. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡാം. പിന്നെ ഹരിത ഭംഗി കൊണ്ട് നല്ല അടിപൊളി എന്ന് വെച്ചാൽ മഴക്കാലകാലം എല്ലാം കുളിർത്തിട്ട് എല്ലാം പച്ചപ്പിൽ നിൽക്കുകയാണ്. എല്ലാം അടിപൊളി പച്ചപ്പായിട്ട് നിൽക്കണം. എല്ലാം തളുത്ത് കുരുന്തൊക്കെ ഇട്ട് ആ ഒരു പച്ചപ്പുണ്ടല്ലോ, ആ ഫീലാണ് ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞു. നമ്മുടെ ഫ്രണ്ടിനിപ്പോൾ മയിൽപ്പീലി ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് മയിൽപ്പീലി. ഇതാണ് ഡാം എന്ന് പറയുന്നത്. ചെറിയൊരു മിനി ഡാമാണത്. കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മിനി ഡാം തന്നെയാണ്. ഇവിടെ അതാണ് വീഴുമല എന്ന് പറയുന്നത്. ആ പൊസിഷൻ വന്നിട്ട് ആലത്തൂരാണ്. ആലത്തൂർ ഭാഗമാണ് ഈ കാണുന്നത്. ആലത്തൂർ സിവിൽ സ്റ്റേഷൻ ആ ഒരു വൈറ്റ് ആയിട്ടൊരു ബിൽഡിംഗ് കാണുന്നുണ്ട്. മൊബൈൽ ക്യാമറ കാരണം അത്രയ്ക്ക് എത്തിയതല്ല, ഒരു വൈറ്റായി കാണുന്നത്. അതാണ് ആലത്തൂർ സിവിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഒരു അടിപൊളി വ്യൂ ആണ്. അടിപൊളി വ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വ്യൂ ആണ്. നമുക്ക് ഇതിൻ്റെ അടുത്തേക്ക് പോകാം. നമുക്ക് അടുത്തേക്ക് നടന്നു കഴിഞ്ഞാൽ ഒരു പച്ചപ്പ് കൊണ്ട് അടിപൊളിയായിട്ടൊരു നല്ല ഫീലാണത്. അത് ശരിക്കും ഇവിടെ വന്നാൽ അനുഭവിച്ചാലേ അറിയുള്ളൂ. ഇതാണ് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള പൈപ്പ് ലൈനാണത്. അത് മുകളിലേക്ക് പമ്പ് ചെയ്തിട്ട് ഇവിടുന്ന് പമ്പ് ചെയ്തിട്ടാണ് ആകുന്നത്. ഇത് ഷട്ടറാണ്. കൃഷി സംബന്ധമായിട്ട് ഇവിടെ നിന്ന് വെള്ളം ഷട്ടർ വഴി മാനുവലെ തുറന്ന് വിട്ടിട്ടാണ് തുറന്നത്. ഇപ്പോൾ വെള്ളം കുറവാണത്. ഇപ്പോൾ തുറന്നിട്ടൊന്നുമില്ല, അടച്ചിട്ടിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ശരിക്കൊരു ഇതിന് ഒരു കാടാണത്. ആ ചൂടൊക്കെ നല്ല കാട് പിടിച്ച് കിടക്കുകയാണ്. ഇത് വന്നിട്ട് മീൻ കുഞ്ഞുങ്ങളെ കാണുന്നത്. മീൻ മുട്ട വിരിച്ചിട്ട് മീൻ കുഞ്ഞുങ്ങൾ കളിക്കുന്നതാണത്. അതൊരു ചൂട് ഭാഗമാണത്. മരത്തിൻ്റെ ഏറ്റവും എൻഡ് ഭാഗമാണത്. പിന്നെ തലഭാഗം ചൂടിലാണ്. അത്രയും ആഴത്തിലാണിത്. അവിടെ നിന്നാണ് ഇത് ഒരു ലാഡറൊക്കെ ഏണിയൊക്കെ വെച്ചിട്ടുണ്ടോ, ലാഡർ. അതിന് ചുവട്ടിലേക്ക് ഇറങ്ങിപ്പോകണം. അതിൽ കൂടിയാണ് വെള്ളം ഒഴുകിപ്പോകുന്നത്. വെള്ളത്തിന് ഒഴുകുന്ന സൗണ്ടൊക്കെ കേൾക്കാം. ഈ പൈപ്പിലായിരുന്നു ഇവിടെ നിന്ന് പമ്പ് ചെയ്തിട്ട് വേറെ ടാങ്കിലേക്ക് കയറ്റും. എന്നിട്ട് അവിടെ നിന്ന് കുടിവെള്ളം. ഈ കുടിവെള്ള പദ്ധതി പാസ്സാക്കിയിട്ട് ഇപ്പോൾ നടന്നിട്ടില്ല. പാസ്സാക്കി എല്ലാം വർക്കിംഗ് കണ്ടീഷൻ അല്ല. അതിപ്പോൾ എല്ലാം നടപ്പാക്കി വെച്ചിരിക്കുകയാണ്. റണ്ണിങ് ആയിട്ടില്ല. അറിയത്തില്ല എന്തുകൊണ്ട് റണ്ണിങ് ആകാതെ എനിക്കറിയത്തില്ല. ആ എൻഡാണ് നമ്മൾ വന്നത്. ആ എൻഡിൽ നിന്നാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു നീങ്ങി. ഇതൊരു വാട്ടർ ടാങ്കാണ്. പിന്നെ ഇവിടെ പാർക്ക് എന്തോ വരാൻ വേണ്ടിയിട്ട് നടപടികളൊക്കെ നടക്കുമ്പോൾ തോന്നുന്നു. അതിൻ്റെയൊക്കെ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. അതുകൊണ്ട് അവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. സൈഡ് കൈവരികളൊക്കെ കെട്ടിയിട്ട് ഓരോ റോഡ് ഓഫീസിൻ്റെ കട്ടകളൊക്കെ കൊണ്ടിട്ട് ജെല്ലിയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് ഇവിടെ. നല്ല വ്യൂ ആണ്. ഫ്രണ്ട്സൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ. പിന്നെ നമുക്കൊരു സ്വഭാവമുണ്ട്, എല്ലാവരുടെയും ഒരു പേര് എഴുതി വയ്ക്കില്ല. അതായത് ടാങ്കിലൊക്കെ ആരെയൊക്കെ പേര് എഴുതിയൊക്കെ എഴുതിച്ചിട്ട്
വെള്ളം കുറവാണ്, ഇപ്പോൾ എന്താ വെച്ചാൽ മഴ 2-3 പെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് വെള്ളം കുറവ് തന്നെയാണിത്. അത്രയ്ക്ക് ഈ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് കയറുന്നത് മലയാണ്, ഫുള്ളും കാടാണ്. ഫുള്ള് ചിലപ്പോൾ നമ്മൾ മയിൽ ഒക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നില്ലേ, അതേപോലെ തന്നെ മയിൽ കാണാൻ പറ്റിയിട്ടില്ല, മയിൽപ്പീലി കിട്ടി. അതേപോലെ തന്നെ മയിലിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. മാന്, കുരങ്ങ് അതൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്ന ആ സീനറിയൊക്കെ കാണാൻ പറ്റുമായിരുന്നു. കുറച്ച് ഫ്രണ്ട്സൊക്കെ ആരൊക്കെയോ അറിയില്ല, കുറച്ച് പയ്യൻസൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, അവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ട്. ആ വഴിയാണ് റോഡ് മാർഗം വരുന്നത്. നല്ല വ്യൂ ആണത്, അടിപൊളി വ്യൂ, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ അവിടെ ഈ അയറ്റം ഞാൻ വന്ന ഭാഗവും പിന്നെ വേറെ അറ്റവും ഇത്രയും വലുതാണ്, നീണ്ടു കിടക്കുകയാണ്. നമുക്ക് വീതി കുറവാണ്, പക്ഷേ നീണ്ടു കിടക്കണത് ഉണ്ടാവും. ചിലപ്പോൾ അടുത്തതിൽ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ എൻട്രൻസ് ഫീസൊക്കെ ഉണ്ടാവും. ആ ലെവലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പാർക്കൊക്കെ വരാനുള്ള നടപടിക്രമങ്ങൾ നടക്കണമെന്ന് തോന്നുന്നു. അതിന് അറ്റകുറ്റപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കൈവരികളൊക്കെ കെട്ടിക്കഴിഞ്ഞിരിക്കും. സൈഡൊക്കെ നല്ല വൃത്തിയാക്കി കരിങ്കൽ കട്ടൊക്കെ കെട്ടി, മരമൊക്കെ നല്ല അടിപൊളിയാക്കി കരിങ്കൽ കട്ടൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് വ്യൂ അടിപൊളി വ്യൂ ആ സൈഡിൽ കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ വരുന്ന എൻട്രൻസ് വഴി എന്ന് പറയുന്നത്. അത് കാട്ടുശ്ശേരി ആ വഴിയിലൂടെയാണ് വരുന്നത്. കാട്ടുശ്ശേരി അവിടെ നിന്നാണ് കയറി വരുന്നത്. ആ റോഡ് മാർഗം കയറി കഴിഞ്ഞാൽ അവിടെ എത്തും. ഇത് പക്ഷേ അറ്റകുറ്റപ്പണി നടക്കണ JCB വന്ന് നിരത്തിയിട്ട് മണ്ണൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ആരോ മീൻ പിടിക്കുന്നുണ്ട് അവിടെ, ഫ്രണ്ട് അവിടെ പോയി നോക്കുന്നുണ്ട്. ആരോ ചൂണ്ടയിലാണ്. നമുക്ക് അങ്ങോട്ടും പോവാം. കുറച്ച് ഹെവിയാണ്, എന്ന് വെച്ചാൽ റിസ്കൊക്കെ പിടിച്ചിട്ട് വേണം ഇറങ്ങിപ്പോകണമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കരിങ്കൽ കെട്ട കെട്ടി വെച്ച് വൃത്തിയാക്കാനും ചോട്ടിക്ക് ഇറങ്ങാനുള്ള മാർഗങ്ങളുണ്ടാവില്ല. ഇനി ചിലപ്പോൾ ഇനിയും ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഇപ്പോൾ ടൂറിസം വകുപ്പൊക്കെ ഏറ്റെടുത്ത് നടപടി ആക്കി കഴിഞ്ഞാൽ, പാർക്കൊക്കെ ആക്കി കഴിഞ്ഞാൽ ഇവിടേക്ക് ഇറങ്ങാനുള്ള വഴിയൊന്നും നമുക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആക്കും. ഇപ്പോഴത്തെ നമുക്കൊരു ഭാഗ്യം ഒന്ന് കരുതാം. ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഉള്ളിലേക്ക് വരാനുള്ളതൊക്കെ വരാൻ പറ്റിയത്. ഒരു മീൻ കിട്ടിയിട്ടുണ്ട്, അവർക്ക് ചൂണ്ടിയിട്ട് മീൻ കിട്ടിയതാണ്. കുഴപ്പമില്ല, ആരോഗ്യമായിട്ട് നമുക്ക് മീൻ ഒരു കറി വയ്ക്കേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. മീൻ കാണുന്നില്ല, ഫിലോപ്പി മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു മീൻ പിടിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഇവിടുന്ന് അവിടെയൊക്കെ ഉറവുവെള്ളം, നിറച്ച് ഉറവുവെള്ളം അതിൽ കൂടെ ഒഴുകുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകേണ്ട ഒരു ബുദ്ധിമുട്ടുകാരുണ്ട്. അവിടെ കാണിച്ചു തരാൻ പറ്റില്ല. അവിടെയൊക്കെ നിറച്ചും വെള്ളം ഒഴുക്കുന്നുണ്ട്. ആ സൈഡൊക്കെ നന്നായി വെള്ളം വരുന്നുണ്ട്. ഒരു മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ മീൻ പിടിക്കുന്നുണ്ടോ? അവിടെ ഫ്രണ്ട്സ് നോക്കുകയാണ് മീൻ പിടുത്തം. ആകാശം ഒരു നീലിമ കളറിൽ കാണാം. നമുക്ക് റിട്ടേൺ പോകണം, വീട്ടിലേക്ക് പോകാനുള്ളതാണ്. ആകാശം ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നല്ല പച്ചപ്പും ആകാശം നീലിമയും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് മനോഹരമാണ്. ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും ഒക്കെ പറ്റിയ സ്ഥലം തന്നെ നമുക്ക് പറയാം. പിന്നെ പാലക്കാട് പറയേണ്ട കാര്യമില്ലല്ലോ, പാലക്കാടിലെ കാര്യം എന്താണെന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അത്രയ്ക്ക് പച്ചപ്പ് നിറഞ്ഞ സ്ഥലം തന്നെയാണത്. ആകാശം നീലിമൊക്കെ അടിപൊളിയായിട്ടുള്ള വ്യൂ തന്നെയാണ്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി വീഡിയോസ് വരുന്നതായിരിക്കും. അതിനുവേണ്ടി നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലയിച്ചു പോയി, അത്രയ്ക്കും അടിപൊളിയാണ്. എല്ലാവരും വരണം, ഇവിടെ കാണണം, വീഡിയോ കണ്ടിട്ട് വരണം. ഇപ്പം നമുക്കങ്ങോട്ട് പോകാം. കുറച്ച് പാറയൊക്കെ ആയിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ നടന്നു നീങ്ങി അവിടെ എത്തിക്കഴിഞ്ഞു. അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വ്യൂ ആണത്, കാണാനുണ്ടോ? നല്ല വ്യൂ ആണത്, അടിപൊളി വ്യൂ. നമ്മൾ അതേപോലെ വഴി കൂടെ തന്നെയാണ് പോകുന്നത്. കുറച്ച് റിസ്ക്കൊക്കെ പിടിച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്.
അപ്പോൾ അടുത്ത വീഡിയോ നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് മനോഹരമായ സ്ഥലങ്ങളാണ്. പിന്നെ താങ്ക്സ് ഫോർ വീഡിയോ വാച്ചിങ്. സൈനിങ് ഔട്ട്, അരുൺ.